ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടയ്ക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ CMS-LP സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടു. യൂണിറ്റ് പ്രസിഡന്റ് TS റഷീദിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മുണ്ടയ്ക്കം പോലീസ് സബ് ഇൻസ്പെക്ടർ KB ബിബിൻ പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയും സന്ദേശം നൽകുകയും ചെയ്തു. നമ്മൾ ഇതുവരെ ഈ ജൂൺ 5-ാം തീയതി നട്ട തൈകൾ മുഴുവൻ സംരക്ഷിക്കുകയാണെങ്കിൽ ഇന്ന് കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വനസമ്പത്തുള്ള ഭൂമിയെ മാറിയാണ്. നമ്മളൊരു ചടങ്ങിൽ അത് ഒതുക്കാണ്, വേറെ കൂടുതലില്ല. അതിൽ വെക്കുക, ആ ഒരു ചടങ്ങ് കഴിഞ്ഞ കുറെ ഫോട്ടോ എടുക്കുക, അത് പത്രങ്ങളിൽ കൊടുക്കുക, മാധ്യമങ്ങളിൽ വരിക, അത് കഴിഞ്ഞു. ആ ചെടി 2 ദിവസം വെള്ളം ഒഴിക്കും, ഒരാഴ്ച കഴിഞ്ഞ് തുടങ്ങി പോകും. ഇതെല്ലായിടത്തും കാണുന്ന സിസ്റ്റമാണ്, എല്ലാ പോലീസ് സ്റ്റേഷനും കാണുന്ന സിസ്റ്റമാണ്. ഞാൻ വരുന്നത് തിരൂരിന്നാണ്. തിരൂരിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ 2 തൈകൾ വെച്ചിരുന്നു. ഞാൻ നാളെ തിരൂർ പോയി ഭയങ്കര സ്റ്റേഷനിൽ പോയി തൈകൾ ഞാൻ അവിടെ നോക്കി, അവിടെ തിരൂർ തൈകളില്ല. അപ്പൊ ഇത്രയുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വെക്കുന്ന ഈ 2 തൈകളെങ്കിലും, ഇവിടെ വെക്കുന്ന സ്കൂൾ കോമ്പൗണ്ടിൽ വെക്കുന്ന ഈ 2 തൈകളെങ്കിലും ഇവിടെ ശരിയായ രീതിയിൽ പരിപാലിച്ച് അതിലൊരു നല്ലൊരു വൃക്ഷമാക്കി തീർക്കാൻ ഇവിടുത്തെ അധ്യാപിക കഴിയട്ടെ. നമുക്ക് നല്ല ഒരു വനസമ്പത്തുള്ള ഒരു സംസ്ഥാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് സ്കൂൾ മുറ്റത്ത് വൃക്ഷത്തൈ നട്ടു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് മഞ്ജു തോമസ്, യൂണിറ്റ് ഭാരവാഹികളായ PM നജീബ്, സിനോൾ തോമസ്, RC നായർ, S സാബു, PHM നാസർ, V മനോജ്, ജോർജ് വർഗീസ്, നിബുമോൻ PS, ജോഷി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. വ്യാപാരികളും പൊതുജനങ്ങൾക്കുമായി 1000 വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. 50 വർഷമായി മുണ്ടയ്ക്കത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു വരുന്ന OJ കുഞ്ഞുമോന് വൃക്ഷമിത്ര അവാർഡ് നൽകി ചടങ്ങിൽ ആദരിച്ചു.